ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് എന്താണെന്നറിയോ, ഞാൻ ഇതിനു മുമ്പ് ഒരു ഗൂഗിൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള പ്രോബ്ലംസ് എന്തെന്ന് വെച്ചാൽ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നു, ഈ അയച്ച സംഭവം എനിക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റുന്നില്ല, അതിന് വേറെ ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം അയച്ച ആൾക്കാർക്കൊക്കെ ഞാൻ അതിനുള്ള സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, അവർ ഹാപ്പിയാണ്. അപ്പോൾ ഇത് ചോദിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ഇതിലുണ്ടാവും. അപ്പോൾ അവർ ട്രൈ ചെയ്തിട്ട് അവർക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അതെങ്ങനെ വേറൊരു ഓപ്ഷനിലൂടെ നമുക്ക് സിമ്പിളായിട്ട് അത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്തായാലും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. മുമ്പ് ഞാൻ ഇട്ട വീഡിയോയിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് വലിയൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതൊരു വീഡിയോ കൂടി ഇതിനെക്കുറിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻ കാണിക്കും. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ സി ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ ഒരുപാട് ട്രാൻസാക്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസാക്ഷൻ ഏതാണോ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഈ ട്രാൻസാക്ഷൻ തിരഞ്ഞെടുത്തു. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്നത് 2 ഓപ്ഷനാണ്, ഗെറ്റ് ഹെൽപ്പ്, സെൻഡ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ഗെറ്റ് ഹെൽപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങൾ ടോപ്പ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ വ്യൂ ഓൾ എന്നുള്ളത് കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിൽ നിങ്ങൾ സെൻഡ് ആൻഡ് റിസീവ് മണി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിലും ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ 6ാമത്തെ ഓപ്ഷനായ വ്യൂ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അടുത്ത വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോവുക. താഴെ കാണുന്ന ടു ചെക്ക് യുവർ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ലോഗ് ഇൻ ടു മൈ ആക്ടിവിറ്റി എന്നുള്ളതിൽ മൈ ആക്ടിവിറ്റി എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങളുടെ പാസ്വേഡോ ഫിംഗർ പ്രിന്റോ കൊടുത്തു നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഫിംഗർ പ്രിന്റ് കൊടുത്തു ഓപ്പൺ ചെയ്തു. ഈ ഇന്റർഫേസിൽ മോർ ഗൂഗിൾ പേ ഓപ്ഷൻ എന്നുള്ളത് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം വരുന്ന ഇന്റർഫേസിൽ 3 ഓപ്ഷനുകളാണുള്ളത്. അതിൻ്റെ മുകളിൽ കാണുന്ന മാനേജ് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ആൻഡ് അതർ ഡാറ്റ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസ് ഇതാണ്. അപ്പോൾ ഇതിൽ ഒന്നും കാണിക്കുന്നില്ല. ഇതിൽ താഴെ കാണിക്കുന്നത് നോ ആക്ടിവിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ സംശയങ്ങൾ ചോദിച്ച ഒരുപാട് പേർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, അവർ ഈ പോയിന്റ് വരെ അവരെത്തുന്നുണ്ട്, ഇതിന് ശേഷം അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്ന സമയം ഏത് ഇമെയിൽ ഐ ഡി ആണോ കൊടുത്തത് ആ ഇമെയിൽ ഐ ഡി കൊടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് നോ ആക്ടിവിറ്റി എന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ ഗൂഗിൾ പേ ഉണ്ടാക്കിയ ഇമെയിൽ ഐ ഡി അല്ലാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിൽ കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, മുകളിലുള്ള ഇമെയിൽ ഐ ഡി നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് ഗൂഗിൾ പേ ട്രാൻസാക്ഷനിൽ ഏത് ഇമെയിൽ ഐ ഡി ആണ് കൊടുത്തത് ആ ഇമെയിൽ ഐ ഡി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ കൃത്യമായ ഇമെയിൽ ഐ ഡി ഇപ്പോൾ ചേഞ്ച് ചെയ്യുകയാണ്. ആ സമയം നിങ്ങളോട് പാസ്വേഡും ഫിംഗർ പ്രിന്റും കൊടുക്കാൻ ഒന്നും കൂടി ആവശ്യപ്പെടും. അതിനുശേഷം ഞാൻ ഫിംഗർ പ്രിന്റ് കൊടുത്തു. ഇപ്പം ഇതിൽ ഓപ്പണായി. ഇപ്പം ഇതിന് താഴെ എൻ്റെ എല്ലാ ട്രാൻസാക്ഷനുകളും കാണിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡിയിലാണോ നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസാക്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തത് അത് നിങ്ങൾ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ട്രാൻസാക്ഷനാണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ ഡോണ്ട് ഷോ അഗെയിൻ ഫോർ 13 ഡേയ്സ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അത് ഹിസ്റ്ററിയിലേക്ക് ആഡ് ആവുന്നതാണ്. അതിനുശേഷം ഗോ ഇറ്റ് എന്ന് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസാക്ഷൻ ആ ഹിസ്റ്ററി, നിങ്ങൾ സെലക്ട് ചെയ്ത ഹിസ്റ്ററി ഏതാണോ അത് അതിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്